അത് ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എല്ലാവർക്കും കൂടെ ചേർന്ന് 18 പേർ കൂടെ ചെന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് അത് അനീഷിന് കൊടുത്തില്ല. സംഭവം വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു. അപ്പോൾ സാൻഡ്വിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു. അതിനകത്ത് അനീഷിനെ കിട്ടില്ല. വിതരണം ചെയ്ത് അങ്ങനെയല്ല, എല്ലാവരും തനിയെ പോയി എടുക്കുകയാണ് ചെയ്തത്. തനിയെ എടുക്കുന്നവരുടെ കൂട്ടത്തിനകത്ത് ഓരോരുത്തർ തനിക്ക് ഓരോന്നും എടുക്കാനുള്ളതിന് 1ഉം 2ഉം ഒക്കെ എടുത്തവരുണ്ട്. അങ്ങനെ അവസാനം അനീഷിനെ സാൻഡ്വിച്ച് കിട്ടുന്നില്ല. അങ്ങനെ അനീഷ് അവിടെ ചോദ്യം ചെയ്യുന്നു, ഒരു സാധനം ഉണ്ടാക്കി അത് എല്ലാവർക്കും വേണം, എല്ലാവർക്കും കിട്ടിയോ എന്ന് തിരക്കണമെന്ന് അനീഷ് അവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അനുമോൾ അന്നേരം കയറി ഏൽക്കുന്നുണ്ട്. അത് കിട്ടിയില്ല, പകരം അവിടെ ചിക്കൻ കറി എങ്ങോട്ട് ഉണ്ടാക്കിയത് അധികം കൊടുത്തിട്ടുണ്ട് അനീഷിന്. അപ്പോൾ അനീഷ് പറയുന്നത് അതല്ല എനിക്ക്. അപ്പോൾ ആര്യം കയറി ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആര്യം കയറി ഓവറായിട്ട് ആര്യം കയറി ഷൗട്ട് ചെയ്യുന്നു. ഈ ആര്യം കയറി ഷൗട്ട് ചെയ്യുമ്പോഴൊന്നും ആ വീട്ടിൽ ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യത്തില്ല. എല്ലാവർക്കും ആര്യനെ പേടിയാണ്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ജിസേൽ എന്ത് ചെയ്യുന്നു, തനിക്ക് കിട്ടിയ സാൻഡ്വിച്ച് അനീഷിന് കൊണ്ടുവന്ന് കൊടുക്കുന്നേ. അനീഷ് അത് വാങ്ങിച്ച് കഴിക്കുന്നു. അപ്പോൾ ജിസേലും അവിടെ പറയുന്നു, എനിക്ക് കിട്ടിയ സാൻഡ്വിച്ച് ഞാൻ അനീഷിന് കൊടുത്തെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ചർച്ചയാവുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് അക്ബറും ആദില നൂറയും വിന്നിയൊക്കെ പറയുന്നുണ്ട്, ആര്യക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കുറച്ച് ഓവറാണ്, ആ മനുഷ്യന് കിട്ടേണ്ട ഫുഡാണ്, അത് കൊടുക്കേണ്ടതായിരുന്നു, ചെയ്തത് തെറ്റായി പോയി, ക്യാപ്റ്റൻ എന്ന നിലയിൽ ആര്യനത് നേരാവണ്ണം ചെയ്തില്ല എന്ന് അവരൊരു കൂട്ടം കൂടി ഇരുന്ന് പറയുന്നുണ്ട്. അപ്പുറത്തെ വശത്ത് ഒരു സൈഡിലിരുന്ന് ഷാനവാസും പിന്നെ ഷാരികയും പിന്നെ വിനിയലും മറ്റെല്ലാവരോടും ചേർന്ന് പറയുന്നുണ്ട്, ഫുഡ് പിന്നെ അനീഷിന് കൊടുക്കാതിരുന്നത് ശരിയായില്ല, സാൻഡ്വിച്ച് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്, അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ടതാണ്, ഫുഡ് എന്ന് വെച്ചാൽ പിന്നെ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമുള്ളതാണ്, അപ്പോൾ അത് കൊടുക്കാതിരുന്നത് ശരിയല്ല എന്നൊക്കെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നു. അപ്പം നിവിൻ പറയുന്നുണ്ട്, ആ സാൻഡ്വിച്ച് ആരുടെ അടുത്തെന്ന് എനിക്കറിയാം, ഞാനത് പറയത്തില്ല എന്ന് നിവിൻ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ അനീഷ് അവിടെ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഈ ചർച്ച നടക്കുന്നതിനിടയ്ക്കാണ് ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് സാൻഡ്വിച്ചുമായിട്ട് ജിസേൽ വീണ്ടും അവിടെ എത്തുന്നു. അനീഷിനത് കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അനീഷ് വന്ന് എനിക്കത് വേണ്ടാന്നുള്ളത് അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ജിസേൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിസേലിന് കിട്ടിയ സാൻഡ്വിച്ച് അനീഷിന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ജിസേൽ ഒരു പാത്രത്തിനകത്ത് വീണ്ടും സാൻഡ്വിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ആ സാൻഡ്വിച്ച് എവിടെ നിന്ന് കിട്ടിയതാണ്? ജിസേൽ അന്നേരം അടിച്ചു മാറ്റി വെച്ചതാണ്. ഫുഡ് മാറ്റിയെടുത്ത് വെച്ചത് ജിസേലാണ് അവിടെ. ഇതൊന്നും അവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല.